ശ്രീ എ സജീവൻ, ഇവിടെ ഇപ്പോൾ ലീഗ് പറഞ്ഞില്ലല്ലോ, നേതാക്കൾ അവകാശവാദം ഉന്നയിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യമാണ് എൻ ശ്രീകുമാർ ചോദിക്കുന്നത്. കോൺഗ്രസിൽ പോലും ഒരു പ്രശ്നവുമില്ല എന്നതാണ് പറയുന്നത്. മേയർമാരെ തെരഞ്ഞെടുത്തതുപോലെ ഇതും പൂ പോലെ നടക്കുമെന്ന് പറയുന്നു. വെടിക്കെട്ടില്ലാത്തതിന്റെ വെടിക്കെട്ടാണ് നടക്കുന്നതെന്ന് കെ മുരളീധരൻ പരിഹസിക്കുന്നുണ്ട്, മാധ്യമങ്ങളെ പഴിചാരുന്നുണ്ട്. ഇപ്പോൾ ഈ സുന്നി മഹല്ല് ഫെഡറേഷന്റേതായി വന്നിട്ടുള്ള അഭിപ്രായ പ്രകടനം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു പൊതു അഭിപ്രായം എന്ന നിലയിൽ കാണേണ്ടതുണ്ടോ, അതോ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയിലാണോ കാണേണ്ടത്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് വളരെ സാധാരണമായി പറഞ്ഞുപോയ ഒരു കാര്യമായിട്ടാണോ? വേണമെങ്കിൽ ഇതിനെ ഒരു സാധാരണ ഒരു പരാമർശം എന്ന രീതിയിൽ പറയാം. പക്ഷെ ആ പരാമർശം നടക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന നേതാവ് ഇരിക്കുന്ന വേദിയിൽ വെച്ചാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമുക്കറിയാം, കോൺഗ്രസ് അതിനകത്ത് മുസ്ലിം ശ്രീകുമാർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അടി ഭീകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ലീഗിന് ഇങ്ങനെ ഒരു സ്ഥാനം കൊടുക്കണമെന്ന് ഒരാൾ പറയുന്നത്. സുന്നി മഹൽ ഫെഡറേഷന്റെ ആളാണ് പറയുന്നെങ്കിൽ പോലും അതിന് മുന്നോടിയായിട്ട് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ PMA സലാം പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയാൽ സന്തോഷത്തോടു കൂടി വാങ്ങും എന്ന് പറയുമ്പോൾ അവരത് ആഗ്രഹിക്കുന്നുണ്ട്, ആ സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇത് വേറൊരാള് ഈ ലീഗിന്റെ നേതാവല്ല പറഞ്ഞത്, മറ്റൊരാളാണ് എങ്കിൽ പോലും ആ വേദിയിൽ ഇത്തരം പരാമർശങ്ങളൊന്നും വേണ്ടതില്ല. മുന്നണിയിലെ കാര്യങ്ങളും പാർട്ടിയിലെ കാര്യങ്ങളൊക്കെ അത് പാർട്ടിയോ മുന്നണിയോ ഒക്കെ തീരുമാനിക്കുമെന്ന് അവിടെ വെച്ച് തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം സാധാരണ നമുക്ക് ഇഷ്ടപ്പെടാത്ത പരാമർശം വേണ്ടാത്ത കാര്യം കാര്യം പറയുമ്പോൾ ഇത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അതൊക്കെ പാർട്ടിയും മുന്നണിയൊക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇവിടെ ലീഡ് ചെയ്യുന്നത് എന്ന രീതിയിൽ പറയാമല്ലോ. അപ്പൊ ആ മുന്നണിയെ ലീഡ് ചെയ്യുന്ന പാർട്ടിയാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത്. അവർ പലപ്പോഴും നിശ്ചയിച്ചു കൊടുക്കുമ്പം അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയതുപോലെ CH മുഖ്യമന്ത്രി ആയതുപോലെ PK വാസുദേവൻ മുഖ്യമന്ത്രി ആയതുപോലെയൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അത് ആ മുന്നണിക്കകത്തെ തീരുമാനമാണ്, പുറത്തെ ആരെങ്കിലും അഭിപ്രായപ്പെട്ടതുകൊണ്ട് കൊടുത്തതല്ല. ഇങ്ങനെ അനാവശ്യമായിട്ട് പുറത്തൊരു ചർച്ച ഉണ്ടാവാതിരിക്കാൻ ഒന്നുകിൽ അതിനെ തടയാമായിരുന്നു. അതിനെ തടഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ച സുഖകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് പലപ്പോഴും എടുത്തു എന്ന് നമുക്ക് ആരോപണം ഉന്നയിക്കാം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. കോൺഗ്രസിൽ ഞങ്ങൾക്ക് ഒരു കാൻഡിഡേറ്റ് ഇല്ല, അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യുക എന്നുള്ള ചർച്ചയല്ല കോൺഗ്രസിൽ നടക്കുന്നത്. ഇവിടെ നേതാക്കന്മാർ 3 പേരും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് ശ്രീകുമാർ പറഞ്ഞത്. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവായിട്ട് സ്വാഭാവികമായിട്ടും വരേണ്ടിയിരുന്ന മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ആയിരുന്നു. അപ്പോ അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് സ്ഥാനം കൊടുക്കാതെ VD സതീശന് കൊടുത്തപ്പോൾ ഈ രമേശ് ചെന്നിത്തല അന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇപ്പോൾ ഞാൻ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നു, പക്ഷേ മുഖ്യ സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിൽ നിന്ന് ഭാവിയിലും ഞാൻ ഉണ്ടാകും. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു തർക്കം വരുമ്പോൾ അതിൽ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെയോ അദ്ദേഹത്തിന്റെ അറിവില്ലാതെയോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്യമായിട്ട് വരില്ലല്ലോ. 40 വർഷത്തെ ഒരു നേതാവിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള വാർത്ത കേരളത്തിനകത്താവാം, കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിലൊക്കെ ഇത് വരുത്തേണ്ട കാര്യം എന്താണ്, പരസ്യമായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് കോണ്ടെക്സ്റ്റ് ഇല്ല. രമേശ് ചെന്നിത്തലയുടെ ഈ പ്രവർത്തന പരിചയം, അദ്ദേഹം എനിക്ക് നന്നായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ പ്രവർത്തന പരിചയമൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ രീതിയിൽ നോക്കിയ സീനിയോറിറ്റി ഉള്ള ഏറ്റവും നല്ല നേതാവാണ്, പരിണതപ്രജ്ഞനായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അറിവോ അല്ലെങ്കിൽ പിന്നെ അവഗണനയൊക്കെ ഉണ്ട് എന്ന അറിവില്ലായ്മയോ അവഗണനയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് പത്രപരസ്യം കൊടുക്കേണ്ടി വന്നത്. അതിലത് ഇത് ചർച്ചയല്ലെങ്കിൽ ഈ സമയത്ത് പത്രപരസ്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് രംഗത്തിറങ്ങുന്നത്, അത് ഈ 3 നേതാക്കന്മാർക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന ആളുകൾ സാധാരണ പ്രവർത്തകരോ അണികളോ ഒന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പറയുന്നതല്ല. ഇതിനു വേണ്ടി രംഗത്തിറങ്ങുന്നതൊക്കെ കോൺഗ്രസിന്റെ 2ാം നിരയിലോ 3ാം നിരയിലോ ഒക്കെയുള്ള നേതാക്കന്മാർ തന്നെയാണ്. വേണമെങ്കിൽ 1ാം നിര പോലും പറയാം. അതെ, KPC അധ്യക്ഷനും മുൻ KPC അധ്യക്ഷൻ മാത്രമല്ല, അദ്ദേഹം ഇപ്പൊ പ്രവർത്തക സമിതി അംഗം കൂടിയാണ്.
അങ്ങനെയുള്ള ഒരാളാണ് ആവർത്തിച്ചു ആദ്യം രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നു, അത് കഴിഞ്ഞ് കെ സി വേണുഗോപാലിന്റെ പേര് പറയുന്നു. ഇതൊക്കെ ഇതിനിടയിലൊക്കെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി തന്നെ ഇത്തരം ചർച്ചകളൊന്നും പാടില്ല, പരാമർശങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാണല്ലോ ഇക്കഴിഞ്ഞ ദിവസം KPCCയുടെ നിർവാഹക സമിതി യോഗത്തില് ഈ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പറഞ്ഞെന്താണ്, നടപടിയെടുക്കുമെന്നാണ്. എന്നിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു. ഇതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെ ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ ദിവസേന ചർച്ച ചെയ്യുന്നതായതുകൊണ്ടാണ് ഞാൻ പിന്നീട് കൂടുതൽ അതിൽ തർക്കത്തിന് എൻ ശ്രീകുമാറിനുമായി തർക്കത്തിന് പോകാതിരുന്നത്. ശ്രീ എ സജീവൻ, എന്തായാലും ഇതിപ്പോ ലീഗിന്റെ ഒരു ക്ലെയിമായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ? ഇവിടെ ഇപ്പോ കോൺഗ്രസിൽ ഉണ്ടാകുന്ന ഈ തർക്കം ലീഗിനെ സംബന്ധിച്ച് അവർക്ക് മടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. അവർ പരസ്യമായി തന്നെ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന നിലയിലേക്ക് വരെ എത്തുന്നുണ്ട് ചില ഘട്ടങ്ങളിലെങ്കിലും. വളരെ മൈൽഡായിട്ടാണ് എങ്കിൽ പോലും അവർക്ക് അതൃപ്തിയുണ്ട് ഈ തർക്കത്തിൽ എന്നതാണ് മനസ്സിലാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു ലീഗിന്റെ ഒരു ക്ലെയിം ആണോ? ലീഗിന് ക്ലെയിം ഉന്നയിക്കും. കാരണം വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇതിനു മുമ്പത്തെ പല തെരഞ്ഞെടുപ്പുകളിലും UDFന്റെ വിജയത്തിന് ഇപ്പൊ ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുക എന്ന് പറയുന്നത് മിക്കതും അവരുടെ കോട്ടകളിലാണ്. വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് അങ്ങനെ ലീഗ് കോട്ടയല്ലാത്തതായിട്ടുള്ളത്. മലപ്പുറത്തുള്ള ജയം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കോട്ടയാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ലീഗിന് സ്വയം വേണമെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥി നിർത്തിയിട്ട് അങ്ങനെ മുന്നണി ഇല്ലാതെ പോലും ജയിക്കാൻ പറ്റും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ കാര്യം അതല്ല. കോൺഗ്രസിന്റെ മാത്രമല്ല, മറ്റ് ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികൾ പോലും ജയിക്കണമെങ്കിൽ അവിടെ അക്ഷീണമായിട്ട്, മലബാർ പ്രദേശത്ത് മുഴുവൻ എനിക്ക് കൃത്യമായിട്ട് അറിയാം, പാലക്കാട് നിങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ സ്ഥലങ്ങളിൽ ലീഗിന്റെ പ്രവർത്തകർ അക്ഷീണം ഈ തെരഞ്ഞെടുപ്പിൽ, മറ്റേ പഴയതൊന്നല്ല ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ അവരായിരുന്നു അരയും തലയും മുറുക്കി രംഗത്തുണ്ടായിരുന്നത്. കോൺഗ്രസ്സുകാരൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന പോലെ ഉദാസീനതയിലൊക്കെ ആണെങ്കിൽ ജയിച്ചേ തീരൂ, ജയിപ്പിച്ചേ ഞങ്ങൾ അടങ്ങൂ എന്ന രീതിയിൽ ലീഗുകാരുണ്ടായിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഈ തരത്തിൽ അടി നടക്കുമ്പോൾ ലീഗിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും തീർച്ചയായിട്ടും നിരാശയുണ്ടായേക്കാം. അപ്പൊ അവർ പറയും, നിങ്ങൾ അടി ഉണ്ടെങ്കിൽ അവിടെ നിൽക്കും, ഞങ്ങൾ മുഖ്യമന്ത്രിയാവുമെന്ന് ആവശ്യപ്പെട്ടു ആഗ്രഹിക്കും. ആ ആഗ്രഹത്തിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇവിടെയുള്ളത്. ഇത് ലീഗ് പ്രവർത്തകരുടെ കൂടി ഒരു ആഗ്രഹമാണ്. ലീഗിന്റെ പ്രവർത്തകർക്ക് കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു നേതാവ്, ഇപ്പൊ ഇവിടെയുള്ള മറ്റു 3 നേതാക്കന്മാരെ, കോൺഗ്രസിന്റെ നേതാക്കന്മാരെക്കാളൊക്കെ വളരെ സീനിയറാണ് കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനമൊക്കെയാണ്. ശ്രീകുമാർ പോലും പറഞ്ഞേ, മുഖ്യമന്ത്രിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണെന്നും ശ്രീകുമാർ പോലും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും കോൺഗ്രസിൽ ഈ തർക്കം മുറുകുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർ പോലും ഒരു പക്ഷേ അത് പ്രിഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.